leaving Netherlands and moving to the US shortly. And I really want to call them on the stage because they have been instrumental in forming this group called South Holland Malayalis, you know, and also doing such Onam programs with such a big group of people without any problems so far, making sure that everything is working in tandem without any issues. Anish and Simi, I want you both on the stage, please. You know, we really would not have had such a big group of people, and they're really selfless in doing this. Anish and Simi, I want you both to say a few words. വിനോദ് പറഞ്ഞ സത്യമാണ്. ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന വാട്സാപ്പ് മലയാളി ഗ്രൂപ്പ് തുടങ്ങിയത് 2016 തോന്നുന്നു. ഒരു ക്രിസ്മസ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് നടത്തുന്ന ക്രിസ്മസ് പ്രോഗ്രാമിൽ മേ ബി ഒരു മാക്സിമം 40 to 50 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്താണ് വാട്സാപ്പ് ഗ്രൂപ്പ്. ഐ തിങ്ക് നൗ ഇറ്റ്സ് ഓൾമോസ്റ്റ് അറൌണ്ട് 500. ഇങ്ങനെ ഗ്രൂപ്പ് വളരുന്ന കണ്ടിട്ട് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഐ ഹോപ്പ് ഈ ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന കൂട്ടായ്മ ഈ മുന്നോട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. I think she said almost everything that should be said. ഞാനതിൽ സംസാരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വിനോദ് താങ്ക്സ് പറഞ്ഞപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ഷമിക്കണം. ഓക്കെ, ദ റീസൺ ഈസ് ഇതൊരു വലിയ പ്രോഗ്രാമാണ്. ആദ്യം മുതൽ നമ്മൾ കൊണ്ടുകൊടുക്കുമ്പോൾ നമുക്കെല്ലാം ഓർമ്മ വരികയല്ല. ഫോർ എക്സാമ്പിൾ, ഇന്ന് നമ്മുടെ ഈ വർഷത്തിൽ ആദ്യമായിട്ട് വന്നിട്ടാണ് സാറ ഷീറ്റ് സ്റ്റേജ് പറഞ്ഞു. അതുപോലെ ഹർഷ മറന്നു പോകുന്ന നമുക്ക് ഇതെല്ലാം സംഭവിച്ചു വരും. ഓക്കെ, അതുപോലെ പേര് പറയാതെ പേര് പറയേണ്ടത്ര ആളാണ് ഇരിക്കുന്ന ആള്. അതുപോലെ നമ്മുടെ കെവിൻ, ഒരുപാട് പേരുണ്ടായിരിക്കും മറന്നു. ഓക്കെ, സോ ബിഫോർ ഗെറ്റിംഗ് ദാറ്റ്, ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വിനോദ് പറഞ്ഞു നമ്മളിവിടെ, ഞാൻ സത്യം പറഞ്ഞ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ആൾക്കാർ കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ ഒരുപാട് താല്പര്യമുള്ള ഒരാളാണ് ഞാനാണ്. പക്ഷെ ശരിക്കും ഞാൻ തിരിച്ചാണ്. ഇതിൻ്റെ എല്ലാം ആള് ശരിക്കും സിമിയാണ്. സിമി എന്നെ ഒന്ന് പറയുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഈ 2015 ഞാനൊരു ദിവസം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ സിമി പറഞ്ഞു ഇങ്ങനെ ഒരു ക്രിസ്മസ് പരിപാടി പോലീസ് പരിപാടി ചെറിയ പ്ലാൻ ചെയ്യാമെന്ന് പറയുന്നു. അന്ന് നോക്കിയപ്പോഴും ഒരു 10-15 ഫാമിലികളുള്ള തോന്നുന്നു. മോസ്റ്റ്ലി 45-47 പീപ്പിൾ, കുറച്ച് സ്റ്റുഡൻസും കൂടി. അങ്ങനെയാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. ഇന്ന് ഈ ഗ്രൂപ്പ് വലിയൊരു ഗ്രൂപ്പായി. നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടായിരുന്നു, നമ്മൾ മൊത്തം നെതർലാൻഡിലെല്ലാം മലയാളം ഒന്നിച്ച് നിൽക്കണോ, രണ്ടായിട്ട് നിൽക്കണോ, അങ്ങനെ പല പല ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മളൊരു കുട്ടി പോലെയാണ്. കുട്ടി വളരാൻ നമ്മൾ ആഗ്രഹിക്കില്ല. പക്ഷേ വളർന്നു നമ്മൾ, എൻ്റെ മോളും ഇപ്പം നിറയെ വളർന്ന് ഒരുപാട് ഡാൻസ്, എൻ്റെ മോളിൽ എല്ലാ പിള്ളേരും ഡാൻസ് കളിക്കുമ്പോൾ വളരെ ഇങ്ങനെ കാര്യം. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നമ്മുടെ വലിയ സമൂഹമാകുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകാം. അതൊന്നും ഇല്ലാതെ നമ്മുടെ ഒരു കൂട്ടായ്മയായിട്ട് എന്നും നിലനിൽക്കുന്ന ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊരു കൂട്ടുകാരുടെ കൂടെ ഒരുമിച്ച് എല്ലാവരും കാണാനും നിങ്ങളുടെയൊക്കെ സമാധാനത്തിലാകാനും സമയം ചെലവഴിക്കാനൊക്കെ സാധിച്ചത് വലിയൊരു കാര്യമാണ്, വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നു. ഒരിക്കലും ഞാൻ ആരോടും ബൈ പറയാറില്ല, ഗുഡ് ബൈ പറയാറില്ല. ഞങ്ങൾ പോകുന്നു എന്ന് ഞങ്ങളുടെ ഒരു ഊഹമാണ്. ഞങ്ങൾ പോകാൻ താല്പര്യപ്പെടുന്നുണ്ട്. എനിക്ക് നല്ലൊരു അവസരം ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും 15 വർഷത്തെ യൂറോപ്യൻ ജീവിതത്തിന് ശേഷം വാഷിംഗ്ടൺ DC US ഒരു അവസരം കിട്ടി പോകാൻ നോക്കുകയാണ്. മിക്കവാറും പോകുമായിരിക്കും. അതാണ് വിനോദ് പറഞ്ഞ കാര്യം. എവിടെ പോയാലും ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങൾ യാത്ര കഴിഞ്ഞ് ലോകത്തെവിടെ പോയാലും നെതർലാൻഡ് ബൗണ്ടറി കിട്ടി കയറുമ്പോഴേ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. വി കൺസിഡർ നെതർലാൻഡ് ആസ് അവർ ഹോം. ഓൾവേസ് എർലിയർ ദ ഫസ്റ്റ് ഹോം, സെക്കൻഡ് ഹോം, നൗ ഇറ്റ് ഈസ് ഈവൻ എ ഫസ്റ്റ് ഹോം. ഞങ്ങൾ പരിചയപ്പെട്ട ഒരുപാട് പേരുണ്ട്. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടാക്കാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. ഞങ്ങൾക്ക് ഇങ്ങനെ അവസരം നൽകിയതിലെല്ലാം നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, നമുക്കിടയിൽ അസ്വാരസ്യങ്ങളുണ്ടാകാം, ഇഷ്ടക്കുറവുകളുണ്ടാകാം, കൊതിക്കുറവുകളുണ്ടാകാം, പിണക്കങ്ങളുണ്ടാകാം. എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും നമ്മളൊരു കാര്യം മറക്കണം, നമ്മളെല്ലാം ഇവിടെ ഒരു പ്രവാസിയായി നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വന്നവരാണ്. ഇവിടെ എല്ലാം ഉണ്ടാക്കുന്നത് ഓണം ചെയ്യുന്നത് മാത്രമല്ല, ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ടാം കുടുംബമാണ്. ഇത് മാത്രമല്ല, ജനനത്തിലും മരണത്തിലും എല്ലാ കാര്യത്തിലും നമ്മൾ കൈകോർക്കണം. നമ്മൾ തന്നെയാണ് നമ്മുടെ ശക്തി, നമ്മുടെ കൂട്ടായ്മ. അത് കീപ്പ് ചെയ്യണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ചിരിച്ച് സംസാരിച്ച് തീർക്കാം. ഈ കുടുംബം കൂട്ടായ്മയായിട്ട് നിൽക്കട്ടെ.
തിരിച്ചിതുപോലൊരു എന്നോട് ഇന്ന് വന്ന ജിൻസിന്റെ വൈഫ് ആയിഷ പറഞ്ഞു ഇനി ഒരിക്കൽ ഇവിടെ തിരിച്ചു വരണം, ഇവിടെ ഓണം നടക്കുമ്പോൾ ഇങ്ങനെ ഓണം കാണാൻ വേണ്ടി വരണം എന്ന്. അത് വീണ്ടും അങ്ങനെ ഒരിക്കൽ കൂടി വരണം എന്നുള്ള നല്ല ഓർമ്മകളുമായി ഞാൻ യാത്ര പറയുന്നു. ഈ അവസരത്തിന് ഒരിക്കൽ കൂടി നന്ദി. എല്ലാവരോടും ഒരുപാട് ഇഷ്ടമുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും വെച്ച് കാണാം. ബൈ.
What you feel when you feel it